അതിലപ്പുറേ എങ്ങനെ അത് കിട്ടിയത്? എങ്ങനെ മൂപ്പര് ഇങ്ങനെ ഒരു വീടൊക്കെ എടുത്തത്? എങ്ങനെ വാഹനമൊക്കെ വാങ്ങിയത്? അപ്പൊ ആരെങ്കിലും ഒന്ന് അറിവില്ലാത്ത ഒരാൾ മന്ത്രിച്ചു കൊടുത്താൽ മതി. അങ്ങനെ വീടെടുക്കാനൊന്നും ഇക്കാലത്ത് പണിയില്ല, അങ്ങനെ വാഹനം വാങ്ങാനും പണിയില്ല. അതൊരു കടലാസിൽ എഴുതി കൊടുത്ത് 2 സാക്ഷ്യരം കിട്ടിയാൽ മതി, പെട്ടെന്ന് കിട്ടും കാശ്. അതൊക്കെ ലോൺ വകുപ്പിൽ വേഗം കിട്ടും. സത്യത്തിൽ ഈ സഹോദരൻ ലോൺ എന്ന സംഗതി കണ്ടിട്ടല്ല. പക്ഷെ അംഗീകരിക്കാൻ കഴിയാത്ത മനസ്സ് അപ്പുറത്ത് പിറുപിറു കൊണ്ടിട്ട് പറഞ്ഞതാണിത്. ഇത് തീർത്തും കളവാണ്, ശുദ്ധ അസംബന്ധമാണ്. അംഗീകരിക്കാൻ കഴിയാത്തത് കൊണ്ടാണ് സഹോദരങ്ങളെ ഒരു ദുർവ്യാഖ്യാനം വന്നത്. അള്ളാഹു കൊടുത്തൊരു നിയമത്താണ് അംഗീകരിക്കുന്ന മനുഷ്യൻ എന്ത് പറയും? അൽഹംദുലില്ലാഹ്. ഒരുമിച്ചാണ് പഠിച്ചത്, പക്ഷെ അയാള് വലിയ ആലിമാണ്, ഇയാള് വലിയൊരു ജാഹിലുമാണ്. രണ്ടും 2 രൂപത്തിലാണ്. എങ്ങനെ അത് സംഭവിച്ചു? അയാൾക്ക് അല്ലാഹു തആല പരിശ്രമത്തിന്റെയും നല്ല മനസ്ഥിതിയുടെയും കഠിനാധ്വാനത്തിന്റെയും ഭാഗമായി ഇൽമു നൽകി. ഇയാൾ ആ മേഖലയിലേക്ക് ഉന്തി തള്ളി തെളിച്ചിട്ടും ഇയാൾ പോയില്ല. പക്ഷേ ഇയാൾക്ക് അയാളോട് വലിയ ദേഷ്യം. എന്നിട്ട് പറയാം, അയാൾ എത്ര ഇൽമു പഠിച്ച് നമുക്കറിയാലോ. ആര് പഠിക്കാത്ത ആള്? അയാൾ എത്ര പഠിച്ചു നമുക്കറിയാം. നമ്മളെ കൂടെ മദ്രസയിൽ പഠിച്ചല്ലേ. മദ്രസ പഠിച്ച പോലാകോ ദർസ് പഠിച്ചാൽ? മദ്രസ പഠിച്ചതുപോലെ ആകോ ദർസിൽ ഇങ്ങനെ ഇരുന്ന് തപസ്സിരുന്ന് കിതാബുകൾ മാറി മാറി ഓതിയാൽ? അയാൾക്ക് അങ്ങനെ വലിയ ഇൽമുണ്ടെന്ന് എനിക്ക് തോന്നൂല എന്ന് പറയണ ആരാ? തീരെ ആ രംഗത്തേക്ക് കടന്നു വരാത്ത ആൾ. കാരണം ഇയാൾ കണക്കൂട്ടി എന്നെ പോലെയാണ് അയാളും, ഇപ്പോഴും എന്നെ പോലെയാണ് അയാളും. അങ്ങനെ നമ്മളെ പോലെയാണ് ഓരോരുത്തർന്ന് കണക്കൂട്ടിയാൽ നമ്മളല്ലേ മോശക്കാർ? ഈ സദസ്സിലിരിക്കുന്നവരൊക്കെ എന്നെക്കാളും മോശക്കാരാണെന്ന് ഞാൻ ചിന്തിച്ചാൽ ഏറ്റവും വലിയ വിഡ്ഢി ഞാനല്ലേ? ഈ സദസ്സിലിരിക്കുന്നവർക്കൊക്കെ എന്നെക്കാളും വലിയ മഹത്വങ്ങളുണ്ട്, സ്ഥാനങ്ങളുണ്ട്, മാനങ്ങളുണ്ട്. അത് അംഗീകരിക്കാനുള്ള മനസ്ഥിതി ഉണ്ടാകുമ്പോഴേ മനസ്സ് നന്നായി കിട്ടൂ. അള്ളാഹുവിലേക്ക് ശുക്രിനും നിഅമത്തിനും അനുഗ്രഹത്തിനും ഓർമ്മ വരുന്ന മനസ്സായി കിട്ടൂ. മനസ്സിന്റെ അശ്രദ്ധ മാറ്റണം സഹോദരങ്ങളെ. അശ്രദ്ധ മനസ്സിൽ പിടികൂടി വരികയാണ്, വർദ്ധിച്ച് വർദ്ധിച്ച് വന്നുകൊണ്ടിരിക്കുകയാണ്. ആ അശ്രദ്ധയിൽ നമ്മൾ അങ്ങനെ ജീവിച്ചാൽ നമുക്ക് ഉണരുന്നൊരു നേരമുണ്ട്. എപ്പോഴാണ് ആ നേരമെന്നറിയോ? ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്. ഖബറിൽ നിന്ന് ഇങ്ങനെ എഴുന്നേറ്റ് വരുന്ന സമയത്ത് നമ്മുടെ ഓരോരുത്തരുടെ കൂടെയും 2 ആളുകൾ ഉണ്ടാകും. വജാഅത് കുല്ലു നഫ്സിൻ മഅഹാ സായിഖുൻ വശഹീദ്. സൂറന്ന ഊത്തിൽ കാഹളത്തിൽ വിളിയാളം കേട്ട് ഖബറിൽ നിന്ന് എഴുന്നേറ്റ് വരുമ്പോ ഓരോ ശരീരത്തിന്റെ കൂടെയും സായിഖുൻ വശഹീദ് 2 ആളുകളുണ്ട്, 2 മലക്കുകളാണത്. ഒന്നിന്റെ പേര് സായിഖ് എന്നാണ്. എന്താ സായിഖ് എന്നുള്ള ഭാഷയുടെ അർത്ഥം കുട്ടികൾക്കൊക്കെ അറിയും. സവ്വാഖ് എന്നൊക്കെ പറയാറില്ല. എന്താ സവ്വാഖിന്റെ വിഷയം എന്ന് പറയും? ഡ്രൈവർ എന്നല്ലേ അതിന്റെ ഒരു അർത്ഥം. തെളിക്കുന്ന ആള് നടക്ക് എന്ന് പറഞ്ഞു മുന്നോട്ട് ഇങ്ങനെ നയിക്കും. അതാണ് സായിഖ്. മുന്നോട്ട് നയിക്കുന്നവൻ. ഒരു മലക്ക് നിൽക്കാനായിട്ടില്ല, നടക്കണം, അതുകൊണ്ട് മുന്നോട്ട് നടക്കണം. നിൽക്കേണ്ട പോയിന്റ് എത്തുമ്പോൾ പറയും അവിടെ നിന്നാൽ മതി. രണ്ടാമത്തൊരു മലക്ക് ഷഹീദ്. ഖൈറാണോ ചെയ്തത് നന്മ കൊണ്ട് സാക്ഷി നിൽക്കും, തിന്മയാണോ മുൻതൂക്കമുള്ളത് തിന്മ കൊണ്ട് സാക്ഷി നിൽക്കും. അതങ്ങനെ ഓർമ്മപ്പെടുത്തി തരും മഹ്ശറിൽ എത്തുന്നത് വരെ. മഹ്ശറിലേക്ക് ഇയാൾ ഇങ്ങനെ വന്നു നോക്കുന്ന സമയത്ത് മലക്ക് പറയും, ലഖദ് കുൻത ഫീ ഗഫ്ലത്തിൻ മിൻ ഹാദാ ഫകശഫ്നാ അൻക ഗിതാഅക ഫബസറുക അൽയൗമ ഹദീദ്. ഇങ്ങനൊരു മഹ്ശർ വരാനുണ്ട്, ഇങ്ങനൊരു ഹിസാബ് വരാനുണ്ട്, ഇങ്ങനൊരു മീസാനുണ്ട്, ഇങ്ങനെ നിൽക്കാൻ ഒരിടമുണ്ട് എന്ന് ദുനിയാവിൽ നിന്ന് നിന്നോട് പറയപ്പെട്ടപ്പോ ലഖദ് കുൻത ഫീ ഗഫ്ല, നീ അശ്രദ്ധയിലായിരുന്നു. ഒരു വാള് കേൾക്കുമ്പോൾ ഒരു കാതിലൂടെ കേട്ട് മറ്റേ കാതിലൂടെ വിടും. മനസ്സിരുത്തി ചിന്തിച്ച് മനസ്സിലാക്കിയിട്ടില്ല, മനസ്സിനെ ഉണർത്തിയിട്ട് നന്നാക്കിയിട്ടില്ല. ലഖദ് കുൻത ഫീ ഗഫ്ലത്തിൻ മിൻ ഹാദാ. ആ കാണുന്നത് കണ്ടില്ലേ, അർശിന്റെ ഇടത് ഭാഗത്ത് നരകമാണ്. മലക്കുകൾ പിടിച്ചു കൊണ്ടുവന്ന് കെട്ടിയതാണ്. അവിടെ ആ കാണുന്നതാണ് അർശ് എന്ന് പറയുന്ന തണല്. ആ കാണുന്നത് ഹൗദുൽ കൗസറാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പാനപാത്രം ഉപയോഗിച്ച് വിതരണം ചെയ്യാൻ പോകുന്ന ഹൗദാണ്. കണ്ടില്ലേ, ഇങ്ങനെ നിൽക്കുന്നത് കണ്ടില്ലേ ഒരു ബറ്റാലിയൻ, അത് മലക്കുകളാണ്.
ഇതിങ്ങനെ എണ്ണി 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 പറഞ്ഞു കൂടുള്ള മലക്ക് പറയും ലഖദ് കുന്ത ഫീ ഗഫലത്തിൻ മിൻ ഹാദാ, ഇതിനെപ്പറ്റിയൊന്നും നീ കാര്യമായി ശ്രദ്ധിച്ചിട്ടില്ല, സൂക്ഷിച്ചിട്ടില്ല. ഇങ്ങോട്ട് വേണ്ട സമ്പാദ്യങ്ങളൊന്നും നിന്റെ മനസ്സുണർത്തി ചിന്തിച്ച് നീ ഉണ്ടാക്കിയിട്ടില്ല. നിന്റെ മനസ്സപ്പോഴൊക്കെ ഒരു അബോധാവസ്ഥയിലായിരുന്നു. നീ ചിന്തിച്ചത് ദുന്യാവ് കഴിഞ്ഞിട്ടല്ലേ ആഖിറം. ആദ്യം ദുന്യാവ് കഴിയട്ടെ, എന്നിട്ടല്ലേ ഉസ്താദെ ആഖിറൊക്കെ. അത് അവിടെ എത്തുമ്പോ നോക്കാം. ഇവിടുത്തെ ജീവിതം ആദ്യം കഴിയട്ടെ, നല്ല ക്ഷേമൈശ്വര്യത്തോടെ അടിച്ച് പൊളിച്ച് സുഖിച്ച് മതിച്ച് ഇവിടെ അങ്ങോട്ട് കഴിയട്ടെ. ഇവിടെ ഏതെല്ലാം ആളുകൾ ദുനിയാവിന്റെ തേരിലേറി സുഖിക്കുന്നുണ്ടോ അവരോടൊക്കെ എനിക്കൊരു സുഖം കിട്ടണം. നിയമങ്ങളൊന്നും അതിന് പ്രശ്നമില്ല. എന്ത് നിയമം? ഇവിടെ നാട്ടിൽ കുറെ ആളുകളൊക്കെ ഫാമിലി ടൂർ എന്ന് പറഞ്ഞിട്ട് ടൂർ സംഘടിപ്പിക്കുമ്പോ എനിക്കും പോണേ എന്റെ ഭാര്യക്കും പോണ ആ കൂട്ടത്തില് അന്യോന്യം കാണാൻ പറ്റും. അതൊന്നും ഇപ്പൊ ദുന്യാവിൽ നോക്കിയിട്ട് കാര്യമില്ല. എങ്ങനെയുണ്ട് നമ്മളെ ദുന്യാവ്? എങ്ങനെയുണ്ട്? 5 ആള് 10 ആളും അവരെ ഭാര്യമാരും ഒരുമിച്ച് പോകാൻ. എങ്ങോട്ട്? എല്ലാവർക്കും ഒരുമിച്ച് ഒരു ഹണിമൂൺ ട്രിപ്പ്. കൊടൈക്കനാൽ, ഊട്ടി, മേട്ടുപ്പാളയം ഉയരം. ഇടക്കൊന്ന് 2 മക്കാമിലും കയറാം. നാട്ടുകാർ ചോദിച്ചാൽ പിന്നെ പറയണ്ടേ. അതിനു വേണ്ടി ബൈക്ക് വരുന്ന വയ്ക്ക് 2 മക്കാം ഉണ്ടാവുമല്ലോ, ഉറപ്പാ. പേര് നോക്കിയാൽ മതി. എന്നിട്ട് ഇവരൊക്കെ പോയി പരസ്യമായി വട്ടം കൂടി നിന്ന് അന്യ ആണും അന്യ പെണ്ണും ഒരുമിച്ച് നിന്ന് കൈകോർത്ത് നിന്നിട്ട് ഫോട്ടോക്ക് പോസ്റ്റ് ചെയ്യാ. അള്ളാഹുവിന്റെ ദീനിനെ പച്ചയായിട്ട് ലംഘിക്കുന്നു എന്ന് പരസ്യമായി ലോകത്തേക്ക് ആ ചിത്രം വിടുക. ഞാനീ പറയുന്നത് കഴിഞ്ഞ നൂറ്റാണ്ടിലെ കഥയല്ല, ഇപ്പോഴുള്ള കഥയാണ്. എന്താ നമ്മളെ അഭിപ്രായം എന്താ അതിനെപ്പറ്റി? സാറേ അതൊക്കെ ഈ സമാല് വേണ്ടതല്ലേ എന്നല്ലേ പറഞ്ഞു. അങ്ങനെ 100 കൂട്ടമാണെങ്കിൽ ഞാൻ എണ്ണിത്തരാം. തനിച്ച ജാഹിലിയത്തിന്റെ സ്വഭാവം, മനസ്സ് കരിവാടി പിടിച്ചതുകൊണ്ട്, കട്ട പിടിച്ചതുകൊണ്ട്, അശ്രദ്ധയിൽ ആഴ്ന്നു പോയത് കൊണ്ട്, ജാഹിലിയ കാലഘട്ടത്തിൽ അതേ ഗഫലത്ത്, അശ്രദ്ധ നമ്മുടെ മനസ്സിലും പിടിപെട്ടിരിക്കുന്നു. തീർത്ത് എണ്ണി എണ്ണി പറയാം.